തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് വ്യവസ്ഥകൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള UAE തൊഴിൽ മന്ത്രാലയത്തിന്റെ വിശദീകരണം. പ്രൊബേഷൻ കാലയളവിൽ തൊഴിലാളിക്ക് മറ്റൊരു ജോലി ലഭിച്ചാൽ അത് തെരഞ്ഞെടുക്കുന്നത് നിയമവിരുദ്ധമല്ല. എന്നാൽ ഒരു മാസം മുൻപ് തൊഴിലുടമയെ രേഖാമൂലം അറിയിക്കുകയും നോട്ടീസ് കാലയളവിൽ ജോലി ചെയ്യുകയും വേണം. ഇല്ലെങ്കിൽ ഒരു മാസത്തെ ശമ്പളമോ ശേഷിക്കുന്ന കാലയളവിലെ ശമ്പളമോ നിലവിലെ തൊഴിലുടമയ്ക്ക് തിരിച്ചു നൽകണം. തൊഴിലാളിയെ നിയമിക്കുന്നതിന് ചെലവാക്കിയ പണം, അതായത് വിസ, തൊഴിൽ കരാർ, ലേബർ കാർഡ്, മറ്റു ചെലവുകൾ തുടങ്ങിയവ പുതിയ തൊഴിലുടമയിൽ നിന്നും നിലവിലെ തൊഴിലുടമയ്ക്ക് ഈടാക്കാം. ഈ പണം നൽകാൻ പുതിയ തൊഴിലുടമയ്ക്ക് നിയമപരമായി ബാധ്യതയുണ്ട്. ഇതിനു പുറമെ ജോലി അവസാനിപ്പിക്കുന്ന തീയതിക്ക് 14 ദിവസം മുൻപ് രേഖാമൂലം രാജിക്കത്ത് നൽകണമെന്നും വ്യവസ്ഥയിൽ പറയുന്നു. ഇത്തരം നിബന്ധനകൾ പാലിക്കാത്ത തൊഴിലാളിക്കെതിരെ നിയമ നടപടിയുണ്ടാകും. 1 വർഷത്തേക്ക് ജോലിയിൽ പ്രവേശിക്കാനാകില്ലെന്നും വർക്ക് പെർമിറ്റ് ലഭിക്കില്ലെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. സാധാരണയായി 6 മാസമാണ് UAE-യിൽ പ്രൊബേഷൻ കാലാവധിയായി നിശ്ചയിച്ചിട്ടുള്ളത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.